ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുത്തൻ 4 മണി പലഹാരമാണ്. നമ്മുടെ വീട്ടിൽ നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേന്ത്രപ്പഴം തന്നെ വേണമെന്നില്ല, ഏത് പഴമാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി 4 മണി പലഹാരമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി എടുത്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടത് തരിയൊന്നുമില്ലാതെ കട്ടയൊന്നുമില്ലാതെ അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയാണ്. അപ്പോൾ ഒരു കോഴിമുട്ട മുഴുവനായിട്ട് അതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. പിന്നെ ഒരു 1/4 കപ്പോളം നാളികേരം ചിരകിയത് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഇതിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം നല്ലൊരു മധുരം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു പലഹാരം നല്ല ടേസ്റ്റായിട്ട് ഉണ്ടായിരിക്കാം. അപ്പോൾ ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കാം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സ് അവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മിക്സ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. മൈദയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണമെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്തിട്ടും ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മൈദ നമുക്ക് കുറേശ്ശെയായി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മാവ് ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പൊടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെയായി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ പൊടി ഞാൻ ഇതുപോലെ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ മാവ്. ഇങ്ങനെ കയ്യിലൊട്ടി പിടിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവിന് മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഡ്രൈ ഒന്നും ആവാതെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറേശ്ശെ മാവെടുത്ത് കയ്യിൽ വെച്ച് റോൾ ചെയ്തിട്ട് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 11 ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഒത്തിരി വലിയതായിട്ട് പരത്തിയെടുക്കരുത്. ചെറിയ ഒരു റൗണ്ടിൽ വേണം നമ്മൾ ഈ ഒരു മാവ് പരത്തിയെടുക്കാനായിട്ട്. നമ്മൾ കുട്ടി കുട്ടി ബോൾസ് അല്ലേ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ ചെറിയൊരു റൗണ്ടിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഒത്തിരി തിന്നാക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാൽ ഒത്തിരി കട്ടി കൂടാനും പാടില്ല കേട്ടോ. ആ ഒരു രീതിയിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം ഈ ഒരു വട്ടത്തിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി അതിന് നടുവിലായിട്ട് നമ്മളൊരു പകുതി നേന്ത്രപ്പഴം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പകുതി നേന്ത്രപ്പഴം ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചതിൽ നിന്നും ഒരു ചെറിയ പീസ് ഈ മാവിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ട് ആ പഴത്തിൻ്റെ 2 ഭാഗത്തുമുള്ള മാവ് ഒരു കത്തി വെച്ച് ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് പോലെ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ 2 സൈഡിൽ നമ്മൾ മാവ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതേപോലെ വേണം ഇതൊന്ന് ക്രോസ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് മടക്കി കൊടുക്കണം. രണ്ട് ഭാഗത്തു നിന്നും ഇതുപോലെ ഇങ്ങനെ 2 സൈഡിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ മുഴുവനായിട്ടും ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അറ്റഭാഗം ഒന്ന് ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള മാവ് നമുക്ക് ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാതും ഫ്രൈ ചെയ്യാൻ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൽ എണ്ണ നന്നായി ചൂടായതിന് ശേഷം തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഓരോ സ്നാക്ക് വീതം ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 ഭാഗവും നല്ലതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് മുരിയിച്ചെടുക്കണം. അപ്പോൾ ഇത് ഒത്തിരി ക്രിസ്പി ആയിട്ടായിരിക്കില്ല, ചെറിയൊരു സോഫ്റ്റ്നെസ്സോട് കൂടിയിട്ടാണ് ഇരിക്കുക. എങ്കിലും നല്ല ടേസ്റ്റിയാണ്. ഉള്ളിൽ ആ പഴമൊക്കെ വെച്ചതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമുക്കൊന്നും കൂടി ടേസ്റ്റ് കൂടാനായിട്ട് ആ പഴം വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നാളികേരവും പഞ്ചസാരയും ചേർത്തിട്ടുള്ള മിക്സ് കൂടി ഇട്ട് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ നന്നായിട്ട് 2 ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പത്തിന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫില്ലിങ് നമുക്ക് പലതരം ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ എരിവുള്ള ഫില്ലിങ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫില്ലിങ്
നിറച്ചിട്ട് നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.